കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം പ്രതീക്ഷിക്കുന്നവർ നമ്മെ ഓർക്കുമെന്നും നമ്മളുടെ കൂടെ നിൽക്കുമെന്നും ഏതു പ്രതിസന്ധിയിലും നമ്മുടെ കൂടെ കരം തരാൻ കാണുമെന്നും നാം പ്രതീക്ഷിക്കുന്നവർ നമ്മെ മറന്നുപോയാൽ നമുക്ക് എത്രത്തോളം വേദനയുണ്ടാകും. പ്രിയരെ, ആരൊക്കെ മറന്നാലും ആരൊക്കെ മാറി നിന്നാലും നമ്മെ മറക്കാത്തൊരു ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് നാം മനസ്സിലാക്കണം. വളരെ ശ്രദ്ധയോടെ തിരുവചനം ശ്രവിക്കുക. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: എങ്കിലും പാനപാത്ര വാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നുകളഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. വളരെ സുപരിചിതമേറിയൊരു തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫ് എന്ന ദൈവമനുഷ്യനെ ഓർക്കാതെ മറന്നുകളഞ്ഞു. കറക്റ്റായി പറഞ്ഞാൽ യോസഫിനെ ഓർക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ യോസഫിനെ ഓർക്കാമെന്നൊക്കെ വാക്കു പറഞ്ഞിട്ടും തനിക്ക് ലഭിച്ച സ്ഥാനമാനങ്ങൾക്കകത്ത് താൻ ഓർക്കേണ്ടവനെ ഓർക്കാതെ മറന്നുകളഞ്ഞു. പ്രിയരെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം. നാം പ്രതീക്ഷിച്ചിരുന്നവർ പലരും നമ്മെ മറന്നുപോയേക്കാം. നമ്മെ സഹായിക്കുമെന്ന് പറഞ്ഞവർ പലരും സമയമായപ്പോൾ, നമ്മുടെ ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയപ്പോൾ അവർ മാറി നിന്നെന്ന് വന്നേക്കാം. ഇന്ന് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്, ആരൊക്കെ മാറി നിന്നാലും ഏതു കഷ്ടതയുടെയും ഏതു സാഹചര്യത്തിൻ്റെ നടുവിലും മാറി നിൽക്കാത്തൊരു ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ ചലിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. യോസഫ് പ്രതീക്ഷയോടെ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നു. പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് യോസഫ് പറഞ്ഞു വിടുന്നൊരു പദമുണ്ട്: നീ എന്നെയും കൂടെ ഒന്ന് ഓർക്കണം. ആ മിനിറ്റ് മുതൽ യോസഫിൻ്റെ ചിന്തയിൽ അതെ, എന്നെ അവൻ ഓർക്കും എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിലും കാലങ്ങൾക്ക് വർഷങ്ങൾക്ക് പിന്നിൽ യോസഫിന് അസാധാരണമായ സ്വപ്നങ്ങൾ കൊടുത്ത ദൈവം അവനെ മറക്കാതെ കൂടെയുണ്ടെന്നുള്ളത് അല്പനേരമെങ്കിലും യോസഫ് ഒന്ന് മറന്നു കാണും. ഇന്ന് സ്തോത്രം, നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് ഇനിയും പ്രതീക്ഷയ്ക്കൊരു വകയുമില്ല എന്ന് നാം തന്നെ നമ്മോട് പറഞ്ഞ സന്ദർഭങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. നാം പ്രതീക്ഷിച്ചിരുന്നവർ കരുതുമെന്നും ഓർക്കുമെന്നും നമ്മുടെ കരത്തെ പിടിക്കുമെന്നും നമ്മുടെ കൂടെ കാണുമെന്നും ഒക്കെ നാം പ്രതീക്ഷിച്ചിരുന്നവർ മാറി നിന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്നുള്ളത് ഇന്ന് ഈ സമയം മനസ്സിലാക്കണം. പാനപാത്രവാഹകന്മാരുടെ പ്രമാണി മറന്നതല്ല, ദൈവം മറക്കുവാൻ ഇടയാക്കിയതാണ്. പ്രിയരെ, അതേ ഈ വചനത്തിലൂടെ ദൈവം എൻ്റെ പ്രിയപ്പെട്ടവരോട് പ്രവചന ശബ്ദമായി കൈമാറുന്നു. അങ്ങേ മറക്കേണ്ടിയിട്ട് മറന്നതല്ലേ അവർ. അങ്ങ് പ്രതീക്ഷിച്ചിരുന്നവർ, അങ്ങ് പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്തു നിന്നവർ അങ്ങേ മറക്കേണ്ടവരല്ല. പക്ഷേ മറന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കണം. എന്താണ് ആ ഉദ്ദേശം? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ, പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർത്തായിരുന്നെങ്കിൽ, എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഒരു അല്പനേര കാലത്തേക്ക് അല്ലെങ്കിൽ അല്പനാളത്തേക്ക് അവന് പുറത്തു പോകാമായിരിക്കും. അല്ലെങ്കിൽ അവിടുന്ന് ഒരു റിലീസ് ലെറ്റർ കിട്ടിയേക്കാം. അതേ, യോസഫിനെ അവിടുന്ന് ഒന്ന് വെളിയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവനെ പുറത്തു കൊണ്ടുവന്നേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ തീരുമാനം അതല്ല. ദൈവത്തിൻ്റെ തീരുമാനം മറ്റൊന്നാണ്. ഇന്ന് നാം പ്രതീക്ഷിച്ചവർ നമ്മളെ മറന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ദൈവിക ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കുന്നവർ എന്നോട് ചേർന്ന് കർത്താവിനൊന്ന് മഹത്വം കൊടുക്കുവാനിടയായി തീരണം. അതേ, പാനപാത്രവാഹകനെ കൊണ്ട് ഓർമ്മിപ്പിക്കാനല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. അതിനും മുകളിലായി രാജ്യം ഭരിക്കുന്ന ഫറവോനെ കൊണ്ട് യോസഫിനെ വിളിക്കുവാനുള്ള ദൈവിക തീരുമാനങ്ങൾ വെളിപ്പെട്ടു വരുവാനിടയായി തീരും. പലരും മറന്നത്
പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഓർത്തിരുന്നെങ്കിൽ കുറച്ച് പാരിതോഷങ്ങൾ കൊടുത്ത്, കുറച്ച് പണം കൊടുത്ത്, ആമീൻ തോളത്തൊരു തട്ടലും കൊടുത്ത്, അല്ലെങ്കിൽ ഒന്ന് ആമീൻ നല്ല വാക്കുകൾ പറഞ്ഞ് അവിടം കൊണ്ട് അവസാനിച്ചേക്കാം. സാധാരണ നിലയിൽ ഓർത്ത് മനുഷ്യൻ ഓർത്ത് അങ്ങനെ നിൽക്കുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങേ ഉയർത്തിയെടുക്കാൻ മനുഷ്യരിൽ പലരും നമ്മെ മറന്നുപോയേക്കാം. ദൈവത്തിന് സ്തോത്രം. വേദനയോടെ നാം ചിന്തിച്ചിരുന്ന നാളുകളുണ്ട്. വളരെ ഹൃദയത്തിനകത്തു നൊമ്പരപ്പോടെ ചിന്തിച്ചിരുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. എന്നെ അവർ മറന്നല്ലോ, ഞാൻ ഇത്രയധികം നന്മ ചെയ്തിട്ടും, ഇത്രയധികം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും, ഇത്രയധികം അവർക്ക് വേണ്ടി നിന്നിട്ടും എന്നെ മാത്രം മറന്നു കളഞ്ഞല്ലോ, എന്നെ അവൻ ഓർത്തില്ലല്ലോ. അവനൊരു നല്ല കാലം, അവക്കൊരു നല്ല കാലം വന്നപ്പോൾ എന്നെ മറന്നല്ലോ. ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, കമ്പനികളിൽ, വലിയ വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, ഞാൻ മുഖേന അവർ രക്ഷപ്പെട്ടു, പക്ഷെ അവർ രക്ഷപ്പെടുമ്പോൾ ഞാൻ ഓർത്തത് എന്നെ അവൻ ഓർക്കുമായിരിക്കും, എന്നെ കൂടെ ഒന്ന് കൈത്താങ്ങൽ തരുമായിരിക്കുമെന്നോർത്തു. എന്നാൽ അവർ രക്ഷപ്പെട്ടു പോയതല്ലാതെ എനിക്കൊരു കൈത്താങ്ങലും തന്നില്ല, എന്നെ ഒന്ന് അംഗീകരിച്ചില്ല, എന്നെ ഒന്ന് സഹായിച്ചില്ല. പ്രിയരെ, അതിൻ്റെ അർത്ഥം, അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമാണെന്ന് ഇന്ന് മനസ്സിലാക്കുന്നവർ ചിന്തിക്കണം. അവർ ഓർത്തായിരുന്നെങ്കിൽ നല്ല രണ്ട് വാക്കിനകത്ത് അങ്ങ് ഒതുങ്ങിയേനേം. ദൈവത്തിന് സ്തോത്രം. ദൈവം ഓർത്താൽ പദവികൾ തന്ന്, മാന്യതകൾ തന്ന്, ഉയർച്ചകൾ തന്ന് ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനിടയായി തീരും. അതുകൊണ്ട് ചില പാനപാത്രവാഹകന്മാർ മറന്നുപോയേക്കാം, ചില പാനപാത്രവാഹകന്മാർ നമ്മെ ഓർത്തില്ലെന്ന് വരാം. മറിച്ച് ഒന്നുകൂടെ പറഞ്ഞാൽ, ചില പാനപാത്രവാഹകന്മാർ ഓർക്കേണ്ട സ്ഥാനത്ത് ദൈവം അവരെ കൊണ്ട് മറക്കുമാറാക്കിയതിൻ്റെ പിന്നിൽ അവന് കുറച്ച് പാരിതോഷവും സമ്മാനവും പൈസയും കൊടുക്കുവാനല്ല, പദവികൾ കൊടുത്ത്, ഉയർച്ചകൾ കൊടുത്ത്, മാന്യതകൾ കൊടുത്ത് അവനെ ദൈവം കൊടുത്ത സ്വപ്നത്തിലേക്ക് എത്തിക്കുവാനുള്ള ദൈവിക തീരുമാനമാണ് അവിടെ ചലിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില തലമുറകളോട്, ചില മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് ആത്മാവിൽ പ്രവചനമായി ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ചിലർ ഓർക്കാതെ പോയത്, ചിലർ മറന്നു കളഞ്ഞത് ദൈവത്തിന് ഓർക്കുവാനും ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കുവാനും വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്ന് എന്നോട് ചേർന്ന് പറയാൻ കഴിയുമോ, അവർ എന്നെ മറന്നതിന് നന്ദി. മാനുഷികമായി അവരെന്നെ മറന്നു കളഞ്ഞതിന് നന്ദി എന്ന് പറ. ദൈവം എന്നെ മറക്കത്തില്ല, ദൈവം എന്നെ ഓർക്കും, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് വിശ്വാസത്തോടെ അധരങ്ങളെ ഉയർത്തി ഇന്ന് ഈ സമയത്ത് പറയുവാനിടയായി തീരണം. യോസഫേ, എന്നും കാരാഗ്രഹത്തിനകത്ത് ഒതുങ്ങുവാനും, എന്നും കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ ഒതുങ്ങിക്കഴിയുവാനും അങ്ങേ ദൈവം അനുവദിക്കത്തില്ല. മറിച്ച് ഫറവോന്റെ ഉറക്കത്തിൽ ഫറവോൻ ഉറക്കം കെടുത്തുന്ന നിലയിൽ സ്വപ്നങ്ങളെ കാണിച്ച് ദൈവം യോസഫേ മറ്റാർക്കും പകർന്നു കൊടുക്കാത്ത ദർശനത്തിന്റെ വ്യാഖ്യാനങ്ങൾ അങ്ങയുടെ മേൽ പകർന്നു തന്ന് ഫറവോനിലൂടെ യോസഫേ നിന്നെ ഉയർത്തിയെടുക്കാൻ ദൈവത്തിന് തീരുമാനമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അങ്ങേ പലരും മറന്നേക്കാം, ദൈവം മറക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഈ മണിക്കൂറുകളിൽ ദൈവം ഓർക്കേണ്ടതുപോലെ ഓർത്ത് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, അംഗീകരിക്കുവാൻ, ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വളരെ പ്രാർത്ഥനയോടും ആമേൻ ദൈവാശ്രയത്തോടും മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് വചനങ്ങളാൽ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.